നമസ്കാരം, സിറ്റിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൂത്താട്ടുകുളം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പാമ്പാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. പിറവം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്താട്ടുകുളം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രാജ്യത്തിന്റെ പരമോന്നത നീതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായാണ് കൂത്താട്ടുകുളം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കൂത്താട്ടുകുളം TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് യൂണിറ്റുകൾക്കുള്ള അവാർഡ് വിതരണം MJ ജേക്കബ് XMLAയും മുഖ്യപ്രഭാഷണം സമിതി ജില്ലാ പ്രസിഡന്റ് PAM ഇബ്രാഹിമും നിർവഹിച്ചു. മേഖലാ ചെയർമാൻ രതീഷ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ വിജയകുമാർ K, കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീന ജോൺസൺ, സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി PC ജേക്കബ്, ട്രഷറർ MC പോൾസൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM ജേക്കബ്, ജില്ലാ സെക്രട്ടറി TB നാസർ, സംസ്ഥാന കൗൺസിൽ അംഗം MT പൗലോസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് CS അജ്മൽ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനീഷ് VS, മേഖലാ വനിതാ വിംഗ് പ്രസിഡന്റ് സെലിൻ ജോർജ്, കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PS ജോസഫ് എന്നിവർ സംസാരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്താണ് അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അതുപോലെ കുത്തകൾ കടന്നു വരുന്ന വിഷയം, അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ വ്യക്തമായ നിലയിൽ കേരളത്തിന്റെ സ്റ്റാൻഡ് ഇതിനു മുമ്പേ പല ആവർത്തിക്കും 1 വർഷം മുമ്പ് തന്നെ വളരെ വ്യക്തമാക്കിയിരുന്നു കാര്യങ്ങൾ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്, അത്തരം സാഹചര്യങ്ങൾ ഗവൺമെന്റ് ഉൾക്കൊള്ളുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വ്യാപാരി സമൂഹത്തിന്റെ അവരുടെ തൊഴിൽ സുരക്ഷയെ അത് ലക്ഷ്യമാക്കിക്കൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ള കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യവും ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാധ്യമങ്ങളോടൊക്കെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. എന്തായാലും ഞാൻ വ്യക്തിപരമായ നിലയിലും ആ വിഷയത്തിൽ ഞാൻ എതിരാണ്. സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി അനൂപ് ജേക്കബിൽ നിന്നാണ് അഞ്ചൽപ്പെട്ടി യൂണിറ്റ് ഭാരവാഹികളാണ് ആദരണീയനായ മന്ത്രിയിൽ നിന്ന് മികച്ച യൂണിറ്റിനുള്ള പ്രകടനത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. പാമ്പാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. അനൂപ് ജേക്കബ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുക. ശതാബ്ദി ആഘോഷ സമാപന സമ്മേളന ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. VP സജീന്ദ്രൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ശ്രേഷ്ഠാധ്യാപകരെയും MJ ജേക്കബ് XMLA പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മാധവൻ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പിറവം ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ജൂലി സാബു ഉപഹാരം സമർപ്പിച്ചു. പാമ്പാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തടത്തിൽ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സോമൻ, ഹെഡ് മാസ്റ്റർ ജോൺ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാനാരായണൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീല ബാബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പ്രസാദ്, DDE MD മുരളി, മൂവാറ്റുപുഴ DO
CA സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ AM ചാക്കോ, വാർഡ് മെമ്പർ ഡോക്ടർ ABN ഏലിയാസ്, ഷിജി മോഹനൻ, പിറോം AU സാലിക്കുട്ടി ജേക്കബ്, BPO ഐസക് KU, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസപരമായി നമുക്ക് ഏറെ മുന്നേറുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തിളക്കമാർന്ന അധ്യായങ്ങൾ അതേ നിലയിൽ തന്നെ ഇനിയും നമുക്ക് തുടരണം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അവസരങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇവിടുത്തെ യുവജന സമ്പത്താണ്, യുവജന ശക്തിയാണ്. പക്ഷെ പലപ്പോഴും ആ വിഭവശേഷി നമുക്ക് വേണ്ട വിധേന വിനിയോഗിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവസരങ്ങൾ തേടി ഇത് നമ്മുടെ ചെറുപ്പക്കാരെ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ നാടുകളിലേക്കും ഒക്കെ പലായനം ചെയ്യുന്നു. കാരണം അവസരങ്ങൾ തേടിയാണ് അവർ പോകുന്നത്. ആ അവസരങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവണം. അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കടന്നു വരണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എമർജിംഗ് കേരള അടക്കം ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം ഇത് നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാണെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുവാൻ, രാജ്യത്തിന് മുമ്പിൽ തെളിയിക്കുവാനുള്ള സന്ദർഭങ്ങൾ. ആരക്കുന്നം സെന്റ് ജോർജ് ഹൈസ്കൂൾ വാർഷികം മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് സെറ്റ് ഉദ്ഘാടനം മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചക്രവർത്തിയും സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷി പൗലോസും നിർവഹിച്ചു. PTA പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് PR രാജമ്മ, ഹെഡ് മിസ്ട്രസ് പ്രീത ജോസ് C, സ്കൂൾ മാനേജർ ബിജു തോമസ്, ആരക്കുന്നം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ മാത്യു പോൾ കാട്ടുമങ്ങാട്ട്, ട്രസ്റ്റിമാരായ ബോസ് കുര്യാക്കോസ്, KP യോഹനാൻ, സ്കൂൾ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് CP ജോണി, SMC ചെയർപേഴ്സൺ രഞ്ജിത സുധാകരൻ, സ്കൂൾ ലീഡർ അജിൻ ജോസ്, ചെയർപേഴ്സൺ മേഘ ശിവദാസ്, സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു K ചെറിയാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ലക്ഷ്യമായ, ഒരു വ്യക്തമായ ലക്ഷ്യം എപ്പോഴും മുന്നിൽ വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. മുഴുവൻ സമയത്ത് പഠിക്കാൻ സമയം മാറ്റി വെക്കരുത്. മുഴുവൻ സമയം പഠിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകും. പിറവം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. വർഷങ്ങളായി അറിവിൻ്റെ അക്ഷയ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിജയത്തിൻ്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ നൽകുന്ന ഈ കലാലയം ഈ വർഷം പിറവം ഉപജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനവും റവന്യൂ ജില്ലാ കലോത്സവത്തിൽ 5ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷത്തെ സ്കൂൾ വാർഷികം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലിസിമോൾ മാത്യുവിന് യാത്രയപ്പ്, അധ്യാപക രക്ഷകർതൃ ദിനം, വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം എന്നിവ സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ രൂപത സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ വെരി റവറൻഡ് ഫാദർ ഐസക് കോച്ചേരിൽ അധ്യക്ഷത വഹിച്ച യോഗം ജോസ് കെ മാണി MP ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബുക്ക് ജേക്കബ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 20 വർഷത്തെ സമുന്നത സേവനം അനുഷ്ഠിച്ച് പടിയിറങ്ങുന്ന സ്കൂൾ അധ്യാപിക ലിസിമോൾ മാത്യുവിന് ചടങ്ങിൽ അധ്യാപക രക്ഷകർതൃ സംഘടനാ പ്രസിഡന്റ് VT ബെന്നി പുരസ്കാരം സമർപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് കുഞ്ഞമ്മ തോമസ് P, സീനിയർ അസിസ്റ്റന്റ് റോഷ്നി P ജോർജ്, വാർഡ് മെമ്പർ ജോർജ് നാരക്കാട്ട്, മാതൃസംഘം പ്രസിഡന്റ് മോളി രാജു, സ്റ്റാഫ് പ്രതിനിധി റെനി ഫിലിപ്പ്, സ്കൂൾ ലീഡർ ആര്യ C രത്നാകരൻ, ലിസിമോൾ മാത്യു, സജി ഫിലിപ്പ്,
എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 3 വർഷക്കാലം മുമ്പ് ഈ പ്രദേശം ഒരു ഗ്രാമീണ പ്രദേശം, അടിസ്ഥാന സൗകര്യമില്ലാത്ത പ്രദേശം, കാടും കുന്നുമൊക്കെ കയറിക്കിടക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്കൂള് സ്ഥാപിക്കുവാൻ മുന്നോട്ട് വന്ന മാനേജ്മെന്റ് സഭ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അറിവ് സാധാരണക്കാർക്ക് പകർന്നു കൊടുക്കുക, വിജ്ഞാനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് വന്നതാണ്. തീർച്ചയായും അന്ന് തീരുമാനമെടുത്ത നമ്മുടെ പിതാക്കന്മാർ, പൂർവീകന്മാർ, അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. നിങ്ങൾ മത്സരിക്കുന്ന പിറവം സെന്റ് ജോസഫ്സിലെയോ പിറവത്തെ MKMിലെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെയോ അതുമല്ലെങ്കിൽ എറണാകുളം റവന്യൂ ജില്ലയിലെയോ വിദ്യാർത്ഥികളുമായിട്ടല്ല. ഒരു മത്സര ലോകം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റായി, ഒരു കുടയായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ ഈ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന സിംഗപ്പൂരിലെയോ ദക്ഷിണാഫ്രിക്കയിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെയോ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് ഈ സ്കൂളുമായി ഏറ്റവും അധികം സഹകരിച്ചു പോകുന്നത് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾ സഹകരിക്കുന്നത് എല്ലാ മേഖലകളിലും. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സമ്മർ കോച്ചിങ് ക്യാമ്പ് എല്ലാം നടത്തുന്നത് നമ്മുടെ ഈ സ്കൂളിലേക്കാണ്. ഇപ്പോൾ നമുക്കറിയാം മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൂത്താട്ടുകുളം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പാമ്പാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. പിറവം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.